കണയന്നൂർ നിവാസികൾക്ക് ഇക്കുറി ഇരട്ടി സന്തോഷമാണ്. കണയന്നൂർ മഹാത്മാ വായനശാലയുടെ നേതൃത്വത്തിൽ ഇത്തവണ മനോഹരമായ പൂന്തോട്ടമാണ് ഒരുക്കിയിരിക്കുന്നത്. വമ്പിച്ച വിലക്കുറവിൽ നാട്ടുകാർക്ക് തന്നെ വിതരണം ചെയ്യാനാണ് വായനശാലയുടെ തീരുമാനം. എത്തിയിരിക്കുകയാണല്ലേ. നമ്മുടെ വീടുകളിലും സ്ഥാപനങ്ങളും ഒക്കെ പൂക്കളം ഒരുക്കുന്ന തിരക്കിലായിരിക്കും എല്ലാവരും. അപ്പോൾ ഈ ഓണത്തിന് ലഹരിക്കെതിരെ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു പൂത്തോട്ടം ഒരുക്കി തന്നെ അതിന് മറുപടി നൽകിയിരിക്കുകയാണ് ചോറ്റാനിക്കര കണയന്നൂരിലെ മഹാത്മാ വായനശാല. വായനശാലകളെ ജനകീയമാകുന്നതിൻ്റെ ഭാഗമായി കൃഷിയിടങ്ങൾ ലഹരി എന്ന സന്ദേശം ഉൾപ്പെടുത്തി പൂർണ്ണമായി ജനപിന്തുണയോടുകൂടി ജനകീയമായി നിർമ്മിച്ച ജനകീയ പൂന്തോട്ടമാണിത്. ഒരു രൂപ പോലും ചെലവില്ലാതെ പൂർണ്ണമായിട്ടും ജനങ്ങളാൽ തന്നെ ഇത് ചെയ്തതാണ് ഈ പൂന്തോട്ടം. തൈ നട്ട് അതിൻ്റെ എല്ലാം ചെയ്തത് 55 ദിവസം കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതിൻ്റെ ഈ പൂ ഉണ്ടായി തുടങ്ങിയേക്കുന്നത്. മാർക്കറ്റിലൊക്കെ പൊതുവേ ഈ ഓണക്കാലത്തൊക്കെ ഒത്തിരി വിലകൾ വരുന്നൊരു സാഹചര്യം പൂക്കൾക്കൊക്കെ പുറത്തുനിന്ന് തന്നെ പൂവൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടുത്തെ ആൾക്കാർക്ക് ഇതിനോട് സഹകരിച്ച് നിൽക്കുന്നതും ഇതിൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ വില കുറച്ച് ഞങ്ങൾ കൊടുക്കാനുള്ളൊരു ഇതാണ് ഞങ്ങൾ ആലോചിച്ചേക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു ഓണമൊക്കെ ആകുമ്പോൾ ഒത്തിരി ചിലവുകൾ വരുന്ന സമയം ഒരു പൂക്കളം ഇടണം എന്നൊരു വിചാരിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരു 200 രൂപ അല്ലെങ്കിൽ 250 രൂപ കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബാധ്യതകൾ വരുന്ന ഒരു കാര്യം. അപ്പം ഞങ്ങളെ കൊണ്ട് സഹായിക്കാവുന്ന ഒരു ചെറിയ സഹായം കൂടി ആവട്ടെ എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മുടെ തിയേറ്റേഴ്സ് എല്ലാ പ്രവർത്തനവും മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് തന്നെ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനം. കാരണം കൃഷി ആയിരിക്കണം ലഹരി. അതിനുവേണ്ടി ഇനി അടുത്തത് ഇത് കഴിഞ്ഞാൽ വീണ്ടും കൃഷി ഇതുപോലെ ചെയ്യാൻ തന്നെ തുടർന്ന് കൂടുതൽ സ്ഥലങ്ങളിൽ പൊതുവിടങ്ങളിൽ ചെയ്യാനുള്ളൊരു തീരുമാനമാണ് ഭരണസമിതി എടുത്തിരിക്കുന്നത്. ഈ നാടും നാട്ടുകാരും പറയുന്നു ഈ ഓണത്തിന് പൂക്കളമാകട്ടെ ലഹരിയെന്ന്. ക്യാമറമാൻ ശരത് പാട്ടുകാവനൊപ്പം സ്നേഹമോൾ ലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഓണവുമായി ബന്ധപ്പെട്ട ചില പഴഞ്ചൊല്ലുകളൊക്കെ ഇടുന്നു.